ജമ്മു കാശ്മീരിലെ കത്വയിൽ 3 സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് വീരമൃത്യു. ഭീകരരുമായുള്ള ഏറ്റുമുട്ടലാണ് പോലീസ് ഉദ്യോഗസ്ഥരടക്കം കൊല്ലപ്പെട്ടത്. ഏറ്റുമുട്ടൽ 2 ഭീകരർ നേരത്തെ കൊല്ലപ്പെട്ടിരുന്നു. ഏറ്റുമുട്ടൽ 5 സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു. വിശദാംശങ്ങളുമായി അനേന സതീഷ് ചേരുന്നു. അനേന, എപ്പോഴാണ് ഏറ്റുമുട്ടൽ ഉണ്ടായത്? എന്തൊക്കെയാണ് ഒടുവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ? അഞ്ജലി, കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിലായി മേഖലയിൽ ഭീകരരുടെ സാന്നിധ്യമുണ്ടെന്ന് സൈന്യത്തിന് വിവരം ലഭിച്ചതോടെ തന്നെ ഇവിടെ ഏറ്റുമുട്ടൽ തുടരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. നിലവിൽ ജമ്മു കാശ്മീർ പോലീസിലെ 2 സുരക്ഷാ ഉദ്യോഗസ്ഥരും 1 സൈനികനുമാണ് ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത്. 5 ജവാന്മാർക്ക് ഏറ്റുമുട്ടലിൽ പരിക്കേറ്റതായും വിവരമുണ്ട്. ഘടി ജുദാന മേഖലയിലെ നുഴഞ്ഞുകയറ്റ ശ്രമത്തിനെതിരെയുള്ള സംയുക്ത ഓപ്പറേഷനിടെയാണ് ഇത്തരത്തിൽ ഏറ്റുമുട്ടൽ ഉണ്ടായിരിക്കുന്നത്. മേഖലയിൽ 4 ഭീകരർ കൂടിയുണ്ടെന്നാണ് സൈന്യം നൽകുന്ന വിവരം. നേരത്തെ ഏറ്റുമുട്ടലിൽ 2 ഭീകരരെ സുരക്ഷാ സേന വധിച്ചിരുന്നു. ഒളിച്ചിരുന്ന ഭീകരർ പട്രോളിംഗ് സംഘത്തിന് നേരെ വെടിയുതിർത്തു. ഇതോടെയാണ് ഇവിടെ ഏറ്റുമുട്ടൽ ഉണ്ടാവുന്നത്. എന്തായാലും കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി മേഖലയിൽ ഭീകരരുണ്ട് എന്നൊരു രഹസ്യ വിവരത്തെ തുടർന്ന് തന്നെയാണ് സുരക്ഷാ സേന ഇവിടെ തെരച്ചിൽ ഊർജിതമാക്കിയത്. ഇതേ തുടർന്നാണ് ഇത്തരത്തിൽ 2 ഭീകരരെ ഇപ്പോൾ വധിച്ചിരിക്കുന്നത്. നിയന്ത്രണ രേഖ മറികടന്ന് പാകിസ്ഥാനിൽ നിന്ന് നുഴഞ്ഞു കയറിയ ഭീകരരാണ് ഇതെന്നാണ് സൈന്യം അറിയിക്കുന്നത്. കത്വയ്ക്ക് സമീപം ജക്കോലെ ഗ്രാമത്തിൽ 5 ഭീകരരുണ്ട് എന്നൊരു രഹസ്യ വിവരമായിരുന്നു സൈന്യത്തിന് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാലും ഏറ്റുമുട്ടലിൽ പരിക്കേറ്റ സുരക്ഷാ ഉദ്യോഗസ്ഥരെ നിലവിൽ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അഞ്ജലി. ശരി അനേന, വ്യക്തമാണ്.